ഇൻചാർജുമാരെ പറ്റി നമ്മൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? പോലീസ് ഇൻചാർജ്, ഡോക്ടർ ഇൻചാർജ്, സെക്യൂരിറ്റി ഇൻചാർജ് എന്നിങ്ങനെ പല പേരുകളിൽ. എന്നാൽ നിങ്ങൾ ഒന്നും കേൾക്കാത്ത മറ്റൊരു ഇൻചാർജ് കൂടിയുണ്ട്, വൈഫ് ഇൻചാർജ്. ഈ പ്രത്യേക പദവി കണ്ടെത്തിയത് വേറെ ആരുമല്ല, സമസ്ത EK വിഭാഗം നേതാവ് സാക്ഷാൽ ബഹാവുദ്ദീൻ നദ്വി അവറുകളാണ്. മന്ത്രിമാർക്കും MLA-മാർക്കും ഭാര്യ ഒന്നേ ഉള്ളുവെങ്കിലും പകരം വൈഫ് ഇൻചാർജുകൾ പലതുണ്ടാവും അത്രേ. അങ്ങനെ ഇല്ലാത്തവർ കൈ ഉയർത്തട്ടെ എന്നായിരുന്നു ബഹാവുദ്ദീൻ നദ്വിയുടെ പ്രസംഗം. അല്ല, ആരാണ് താങ്കൾ ഉദ്ദേശിക്കുന്ന ഈ വൈഫ് ഇൻചാർജുകൾ? ജനപ്രതിനിധികൾക്കെല്ലാം അവിഹിത ബന്ധങ്ങൾ ഉണ്ടാകുമെന്ന് സ്ഥാപിക്കാൻ താങ്കൾ ആരാണ്? ഇനി അങ്ങനെ പുരുഷ ജനപ്രതിനിധികളുടെ വൈഫ് ഇൻചാർജ് ആവുക എന്നതാണോ ഇവിടെയുള്ള സ്ത്രീകളുടെ പണി? വിവാഹം കഴിഞ്ഞ പുരുഷനെ തൃപ്തിപ്പെടുത്താനായി സ്ത്രീകൾ ഇൻചാർജുകളായി പ്രവർത്തിക്കുമെന്ന അത്രയും അശ്ലീലം നിറഞ്ഞ സ്ത്രീവിരുദ്ധമായ വഷളൻ പ്രസ്താവനയാണ് ഒരു സമുദായ നേതാവ് പരസ്യമായി നടത്തിയിരിക്കുന്നത്. ബഹുഭാര്യത്വവും ശൈശവ വിവാഹവുമെല്ലാം സാധാരണമാണെന്ന് സ്ഥാപിക്കാൻ വേണ്ടി ബഹാവുദ്ദീൻ നദ്വി നടത്തിയ പരാമർശങ്ങളാണിതെല്ലാം. നാക്കിന് ലൈസൻസ് ഇല്ലാതെ ശ്രീമാൻ നദ്വി പറഞ്ഞു കൂട്ടിയതിൽ ഇനിയും കുറച്ചു കാര്യങ്ങൾ കൂടിയുണ്ട്. ഏതൊക്കെയാണെന്നോ? ആണുങ്ങളായാൽ ബഹുഭാര്യത്വമൊക്കെ ചിലപ്പോൾ ഉണ്ടായെന്ന് വരും. അത് അവരുടെ ഒരു ഫിസിക്കൽ ഫിറ്റ്നസ് അനുസരിച്ചാണ്. ഫിസിക്കൽ ഫിറ്റ്നസ് കൂടിയ പുരുഷന്മാർ ചിലപ്പോൾ 4 കെട്ടും. അതിനിപ്പോ എന്താ? അതെ, അതിനിപ്പോ എന്താ? പക്ഷെ ഒരേ ഒരു ഡൗട്ട്, ഈ ഫിസിക്കൽ ഫിറ്റ്നസ് ഉള്ള പെണ്ണുങ്ങൾക്കും നിങ്ങൾ ഈ പറഞ്ഞ പോലെ 4 കെട്ടാലോ അല്ലേ? അപ്പൊ നിങ്ങൾ കള്ളക്കളി എന്ന് പറഞ്ഞ് വരാതിരുന്നാ മതിയായിരുന്നു. ആ മഹാമനസ്കത നമ്മുടെ പെണ്ണുങ്ങളോടുകൂടി കാണിക്കുന്നേ. ഇനി ബഹുഭാര്യത്വം അവിടെ നിൽക്കട്ടെ, സാറിന്റെ വേറെ ഒരു കണ്ടുപിടുത്തം കൂടി കേട്ടിട്ട് പോകാം. നിങ്ങൾക്ക് EMSന്റെ മാതാവ് വിവാഹം കഴിച്ചത് 11ാമത്തെ വയസ്സിലാണെന്ന കാര്യം അറിയും? അറിയില്ലെങ്കിൽ ദാ ഇപ്പൊ അറിഞ്ഞോ. ശ്രീമാൻ നദ്വി പറയുന്നതനുസരിച്ച് 11ാം വയസ്സിൽ കല്യാണം കഴിച്ച EMSന്റെ അമ്മയെ അന്ന് ആരും അവഹേളിച്ചിരുന്നില്ല എന്നാണ്. അത് അന്നത്തെ സാമൂഹ്യ രീതിയായിരുന്നു അത്രേ. അതെ, വളരെ ശരിയാണ്. പക്ഷെ അതിവിടെ പറയാൻ കാര്യം എന്താണ്? അന്ന് വിമർശനങ്ങൾ ഉണ്ടായില്ല എന്നതുകൊണ്ട് അത് ശരിയാണെന്നാണോ? അതോ ഇനി അതിന് സമാനമായ വിഷയങ്ങളിൽ വിമർശനങ്ങൾ ഉയർത്തരുതെന്നോ? നമ്മുടെ സമൂഹത്തിൽ നിലനിന്നിരുന്ന എല്ലാത്തരം നീച പ്രവണതകൾക്കുമെതിരെ പോരാടിയും തിരുത്തിയും തന്നെയാണ് ഒരു ജനത എന്ന നിലയിൽ നമ്മൾ മുന്നോട്ട് വന്നത്. ഭർത്താവ് മരിച്ച സ്ത്രീകൾ സ്വയം തീയിലേക്ക് എടുത്തു ചാടാൻ നിർബന്ധിതരായിരുന്ന നാടാണിത്. നദ്വിയുടെ ലോജിക്ക് വെച്ചാണെങ്കിൽ അദ്ദേഹം അതിനെയും ന്യായീകരിച്ചെന്നും ഇപ്പോഴും സ്ത്രീകളോട് ചിതയിൽ ചാടാൻ പറഞ്ഞെന്നും വരെ വന്നേക്കും. എന്തായാലും നദ്വിയുടെ പ്രസംഗശകലങ്ങൾ കേൾക്കുമ്പോൾ ഒന്നുറപ്പാണ്, കാലം മാറിയതും സമൂഹത്തിന്റെ ചിന്താധാരകളും നിയമങ്ങളും മാറിയതുമൊന്നും അദ്ദേഹം അറിഞ്ഞിട്ടില്ല. പുരുഷനെ മാത്രം തൃപ്തിപ്പെടുത്തുന്ന ബഹുഭാര്യത്വം എന്ന സങ്കല്പത്തെയും മനുഷ്യാവകാശത്തിന് എതിരാണെന്ന് ചൂണ്ടിക്കാട്ടി വർഷങ്ങൾക്ക് മുൻപ് റദ്ദാക്കിയ ശൈശവ വിവാഹത്തെയും ന്യായീകരിക്കാൻ ചരിത്രത്തിന്റെ ഏതോ മൂലയിൽ നിന്ന് ചില ഉദാഹരണങ്ങളും തോണ്ടിയെടുത്ത് വന്നിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കിയാൽ നന്ന്. ഇനി കഴിയുമെങ്കിൽ ആ 6ാം നൂറ്റാണ്ടിൽ നിന്ന് വരുന്ന അടുത്ത സൂപ്പർ ഫാസ്റ്റ് നഗരി ഇപ്പോഴത്തെ കാലത്തേക്ക് വരണമെന്ന് മാത്രം ഒരു അപേക്ഷയുണ്ട്.